Welcome to Trivandrum. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് ഹലോ, ഫൈനലി നമ്മുടെ ആ ഡേ വന്നെത്തി. അതെ, നമ്മളിന്ന് നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ലഗേജസ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ലഗേജസ് പാക്ക് ചെയ്ത സമയത്ത് നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് പാക്ക് ചെയ്തത്. നമ്മൾ നാട്ടിൽ പോയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വീട്ടുകാരെ കാണുന്നൊരു എക്സൈറ്റ്മെൻറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു. എക്സൈറ്റ്മെൻറ്റ് കാരണം നൈറ്റിലൊന്നും നല്ലപോലെ ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു. നമുക്ക് മോർണിംഗ് 9:30 ഫ്ലൈറ്റ്. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തേക്ക് എയർപോർട്ടിൽ എത്തണമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ 4:30 തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ, നമ്മൾ നാട്ടിലൂടെ പോവല്ലേ, നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുന്ന എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ആ വണ്ടറിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി. കുറച്ച് അധികം ടൈം എയർപോർട്ടിൽ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ നാട്ടിലേക്ക് പോവാണല്ലോ എന്നൊരു സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ ആ ഒരു കുറച്ചേറെ ടൈം എയർപോർട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിച്ചില്ല. എത്രയും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങുക, എയർപോർട്ടിലെത്തുക, ഫ്ലൈറ്റിൽ കയറുക, ഇത്ര മാത്രമേ നമ്മുടെ മൈൻഡിലുള്ളായിരുന്നുള്ളൂ. നമ്മളിവിടെ UK വേറെയും ഒരുപാട് കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തവണ നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ്റർലി ഡിഫറെൻറ്റ്. അത് ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ്. നമ്മളിങ്ങനെ എയർപോർട്ടിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ കയറുമല്ലോ. അങ്ങനെ ഞങ്ങളും അത് മിസ്സാക്കിയില്ല. നമ്മളും അവിടെയുള്ള സകലമാന ഷോപ്പിലും കയറി. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവുക, അത്ര തന്നെ. ഈ ബോക്സസ് ഒക്കെ കണ്ടില്ലേ, UK ഫ്ലാഗിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ബോക്സസ് ഒക്കെയാണ്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അതൊക്കെ നോക്കി നമ്മളിങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നടന്ന് ടൈം പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ബോർഡിങ്ങിലുള്ള ടൈമായി. അപ്പം നമുക്ക് ഈ ബോർഡിങ് ചെയ്യുന്ന ഈ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ നമ്മുടെ ഈ ഫ്ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അതുമല്ല, അതിൻ്റെ അടുത്ത് തന്നെ വേറെയും ഒരുപാട് എയർലൈൻസ് ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ ശരിക്കും അവിടെ ഈ ഓരോ എയർലൈൻസും ടേക്ക് ഓഫ് ചെയ്യുന്നത് ഞങ്ങൾ എണ്ണുമായിരുന്നു. അതായത് സെയിം ഫ്ലൈറ്റ് തന്നെ ഒരുപാട് ഫ്ലൈറ്റ്സാണ് ഈ ടേക്ക് ഓഫ് ചെയ്യുന്നത്. അത്ര വലിയ എയർപോർട്ടാണല്ലോ ഹീത്രോ എന്ന് പറയുമ്പോൾ. അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മളിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗൾഫ് എയറിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ നോർമൽ സീറ്റ് മാറ്റിയിട്ട് നമ്മൾ XL സീറ്റിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും ഇത്രയും അവേഴ്സ് ട്രാവൽ ചെയ്യാൻ പോകല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് എക്സ്ട്രാ ലെഗ് റൂം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയും നമ്മൾ ആ ഒരു ലെഗ് സ്പേസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ സീറ്റ് പ്രിഫർ ചെയ്യുമായിരുന്നു. ഈ സീറ്റ് നമുക്ക് കുറച്ചധികം കൺവീനിയൻ്റ് ആണ് ഇരിക്കാനൊക്കെ. പോർട്ടബിൾ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ഈ സീറ്റിനുള്ളത്. And secure your mask. In the event of smoke in the cabin, the escape path marking will guide you to the exits. There are 8 emergency exits on this aircraft. ഫ്ലൈറ്റിലുള്ളപ്പോൾ ഒരു ക്രൂഷ്യൽ ഡെസിഷൻ മേക്കിംഗ് ആണ് ഏത് ഫിലിം കാണും എന്നുള്ളത്. അതാണിപ്പോൾ നടക്കുന്നത്. ഇതിലുള്ള മിക്ക ഫിലിംസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും. എന്നാലും എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ, ടൈം പോകണമല്ലോ നമുക്ക്. നമുക്കങ്ങനെ ഫുഡ് കിട്ടി. ഫുഡെന്ന് പറയാൻ ഞാൻ വാങ്ങിച്ചത് ചിക്കനും ചിക്കൻ കറിയും റൈസും പിന്നെ ഒരു ബന്നുണ്ട്, പിന്നെ നമ്മുടെ കോണും ടൊമാറ്റോ അതിൻ്റെയൊക്കെ ഒരു മിക്സിങ് ഉണ്ട്, പിന്നെ ഒരു പേസ്ട്രി. ഇത് ആപ്പിൾ ജ്യൂസാണ് ഞാൻ വാങ്ങിച്ചത്. അവിടെ എന്തായിരുന്നു? ഇത് ബീഫ് അല്ലേ? അതിന് ബീഫ് മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയെല്ലാം ബാക്കിയൊക്കെ സെയിം തന്നെ. ബീഫ് റൈസും പിന്നെ ജ്യൂസ് എന്തായിരുന്നു? 7up ആയിരുന്നു അല്ലേ? അതെ, ഇതാണ് ഫുഡ്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ചിട്ട് പറഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാമോ? ഫേഷ്യൽ എക്സ്പ്രഷൻ. ഫുഡ് എന്തായാലും ബീഫ് നല്ലതാണ്, അപ്പോൾ ചിക്കനും നല്ലതായിരിക്കും. നമ്മളെന്തായാലും കഴിച്ച് നോക്കട്ടെ. ബീഫൊക്കെ നല്ല കുക്ക്ഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഫുഡ് സൂപ്പറാണ്.
അതെ, ചിക്കൻ കറിയും റൈസ് കൊള്ളാം. എനിക്ക് അതും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല, ഈ ഒരു ടേസ്റ്റ് കാണുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ കൊള്ളാം, നല്ലതാണ്, നല്ല ഫുഡാണ്. നല്ല ഫുഡായിരുന്നു, അതുകൊണ്ട് ഒന്നും ബാക്കിയില്ല. എൻ്റെ പ്ലേറ്റ് എപ്പോഴേ കാലിയായി. എല്ലാ പ്ലേറ്റ് മിക്കവാറും ഞാൻ തിന്നു. നമുക്ക് അറൗണ്ട് ഒരു 6:30 അവേഴ്സോളം ട്രാവൽ ഉണ്ട് ഇവിടുന്ന് ബഹ്റിൻ വരെ. അപ്പം നമ്മളിപ്പം ഒരു 2 അവേഴ്സേ കവർ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് അറൗണ്ട് 4.5 അവേഴ്സും കൂടി ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പം നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി കോഫി ഉണ്ട്, നമുക്ക് ബിസ്ക്കറ്റ് കിട്ടി. അപ്പം നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടീ ടൈമാണ് ഗൈസ്. നമുക്കിനി കുറച്ച് ടീ കുടിക്കും. ഇതെന്താ, ഇത് കോഫി അല്ലേ? ഇത് കോഫി, ഇത് ടീ. സർവീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസൊക്കെ നല്ല അടിപൊളി സർവീസാണ്, ഇഷ്ടപ്പെട്ടു. നല്ല ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഗൾഫെയറിൽ കയറുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ സർവീസൊക്കെ ആണെങ്കിലും കൊള്ളാം. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, വാട്ടച്ചായ ആയിരിക്കുമല്ലോ. അപ്പം നമ്മളിപ്പം UK യിലാണെന്നുണ്ടെങ്കിലും പുറത്ത് ചായ കുടിക്കാൻ പോയി ഇത് തന്നെ അവസ്ഥ. ഇതായിരുന്നു നമുക്ക് കിട്ടിയ സ്നാക്ക്. ഇതൊരു വെജ് സാൻഡ്വിച്ച് ആയിരുന്നു. സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഓക്കെ എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര അടിപൊളിയെന്ന് പറയാനില്ല. നമ്മളിപ്പം ബഹ്റിൻ എയർപോർട്ടിലാണുള്ളത്. ഇനി ഇവിടുന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് വിത്തിൻ 2 അവേഴ്സാണുള്ളത്. അതാണ് മോസ്റ്റ് എക്സൈറ്റഡ് വൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലൈറ്റ് ട്രിവാൻഡ്രം ആണ്. സോ നമ്മളതിന് വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ബഹ്റിൻ എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ എയർപോർട്ടിന് ഇൻറ്റീരിയലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇവിടുത്തെ ഒരു ലൈറ്റിങ്ങും അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഒരു ഡിഫറെൻറ്റ് വ്യൂ ആയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെല്ലാ എയർപോർട്ടിനും പോയാലും നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് മസ്റ്റാണല്ലോ. സോ നമ്മൾ ഇവിടെയും അത് സ്കിപ്പ് ചെയ്തില്ല, ജസ്റ്റ് അതുവഴിയൊക്കെ പാസ് ഓൺ ചെയ്തു. ഈ എയർപോർട്ടിലുള്ള ചില കോസ്മെറ്റിക് ഷോപ്സിനൊന്നും കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതവിടെ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണ്. സോ നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് കണ്ടാൽ അവർ അപ്പോഴേ വന്നത് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് ബഹ്റിൻ എയർപോർട്ടിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ട്. ഈ കാണുന്നത് കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ ആണ്. മിക്ക ഫ്ലൈറ്റ്സും ഇങ്ങനെ ഡിലേ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാം. അത് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരുപാട് വെറൈറ്റി ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുട്ടികൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണത്. നമ്മളിവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി. എന്നിട്ട് ബഹ്റൈനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഫുഡ് ട്രൈ ചെയ്യണമല്ലോ. അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് വിശപ്പൊന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ചിക്കൻ ഷവർമയാണ് വാങ്ങിച്ചത്. അത് ജസ്റ്റ് ഒന്ന് ബഹ്റൈൻ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം എന്ന ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് നമ്മളിതിവിടെ നിന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തത്. കൊള്ളാമെന്ന് ചോദിച്ചാൽ ഒരു 7 കൊടുക്കാം, അത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നോട്ട് ബാഡ്. അങ്ങനെ ഫൈനലി നമ്മൾ ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ UK നിന്ന് ബഹ്റിൻ വരെ വന്ന ഫ്ലൈറ്റ് പോലെ അല്ല കേട്ടോ ഇത് കുറച്ചും കൂടി ചെറിയ ഫ്ലൈറ്റാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഫ്ലൈറ്റിൽ കാണാനുണ്ട്. ഈ ഫ്ലൈറ്റിൽ നമുക്ക് ചിക്കൻ വിത്ത് റൈസാണ് കിട്ടിയത്. പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ സെയിം ഒക്കെ തന്നെയായിരുന്നു. ഫുഡൊക്കെ അടിപൊളി തന്നെയായിരുന്നു. മറ്റേ ഫ്ലൈറ്റിൽ കിട്ടിയ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഇവിടുത്തെയും ഫുഡൊക്കെ നല്ലതായിരുന്നു. ഇവിടുത്തെ സർവീസൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. ഈ ഫ്ലൈറ്റിൽ പറയാതിരിക്കാൻ വയ്യ. ഫുഡിനൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. Ladies and gentlemen, welcome to Trivandrum. Please remain seated with your seatbelt fastened and the cab comes to final stop and seatbelt sign is switched off. It is now safe to switch on your mobile phone. ഈ ഫ്ലൈറ്റിൽ കയറിയിട്ട് അങ്ങനെ ഉറങ്ങിയതൊന്നുമില്ല കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, നാട്ടിലെത്തുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൊണ്ടാണ്. ഉറക്കം പോലും വന്നില്ല. നമ്മളങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് 2 വർഷത്തിൻ്റെ
നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ ലുക്കൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. കുറേ ആയില്ലേ കണ്ടിട്ട്. നമ്മുടെ എല്ലാ ലഗേജസും കിട്ടിയപ്പോഴത്തേനും നമ്മുടെ കുറച്ചേറെ ടൈം ഇവിടെ സ്പെൻഡായി. നമ്മൾ പുറത്തിറങ്ങാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത ടൈം നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി. കാരണം നമ്മൾ ഒരുപാട് ടൈമായിട്ടും ലഗേജ് ഒന്നും കാണുന്നില്ല. ഓരോന്നോരോന്നായിട്ട് ഒരുപാട് ടൈം എടുത്താണ് വന്നത്. ഇവിടെ ഇപ്പോൾ നല്ല ചൂട് ടൈം ആയതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മൾ തണുത്ത രാജ്യത്ത് നിന്ന് ഇവിടോട്ട് വന്ന സമയത്ത് ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ചസൊക്കെ നമ്മളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ വന്നിറങ്ങിയപ്പോൾ തന്നെ അത് ബോഡി അത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം എടുക്കും നമുക്കത്. പിന്നെ നമ്മൾ വന്ന ഉടനെ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ലാസ്റ്റ് എന്താ പറയുന്നത് 1.5 years ആയിട്ട് നമ്മൾ മിസ് ചെയ്ത നമ്മുടെ കേരള ഫുഡ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മസാല ദോശയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിപ്പം വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇവരെ കാണുമ്പോൾ ഉള്ള അവരുടെ ഫസ്റ്റ് എക്സ്പ്രഷനൊക്കെ വീഡിയോസൊക്കെ പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പിടിക്കാൻ പറ്റിയില്ല. കാരണം കംപ്ലീറ്റ്ലി ഇമോഷണലായിരുന്നു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ. അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.